ഏവർക്കും പ്രദർശനത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളായി അമ്മയെ അറിയാൻ എന്ന പരമ്പരയിലൂടെ നമ്മൾ ആദ്യത്തെ 3 നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത നാമങ്ങളിലേക്ക് പോകാം. ഓം ശ്രീ മഹാദേവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. 4ാമത്തെ നാമമാണ് ചിദഗ്നികുണ്ഡ സംഭൂത. 5ാമത്തെ നാമം ദേവകാര്യ സമുദ്ധ്യത. ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്ധ്യത. അത് നമുക്ക് ആ 2 നാമങ്ങൾ നമുക്ക് ഒരുമിച്ച് അർത്ഥതലം നോക്കാം. അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ കുറിക്കുന്ന ആദ്യത്തെ 3 നാമങ്ങൾ കഴിഞ്ഞിട്ട് ചിദഗ്നികുണ്ഡ സംഭൂത എന്ന നാമത്തിലാണ് നമ്മൾ എത്തി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ചിദഗ്നികുണ്ഡം, ചിത്ത് എന്ന് പറഞ്ഞാൽ ജ്ഞാനം, ആ ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് സത് ചിത് ആനന്ദം. സത്ത് ചിത്ത് ആനന്ദം, പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയാറുണ്ടല്ലോ. ആ ജ്ഞാനസ്വരൂപമാണ് ആ ബ്രഹ്മം. ആ ചിത്താകുന്ന അഗ്നികുണ്ഡത്തിൽ നിന്നും ചിദഗ്നികുണ്ഡ സംഭൂത ഉദ്ഭവിച്ചവളാണ് ഭഗവതി. എന്തിനു വേണ്ടി? ദേവകാര്യ സമുദ്ധ്യത. ദേവന്മാരുടെ അഭീഷ്ടങ്ങൾ സാധിക്കാൻ വേണ്ടി സമുദ്ധ്യത, സമ്യക്കായിട്ട് ഉദ്ഭവിച്ച് വന്നവളാണ്. അപ്പോ ഇത് നമ്മൾ പറയണേക്ക് മുമ്പ് ആദ്യം കുറച്ച് കഥകൾ പറയണം. എങ്ങനെയാണ് ദേവി ആവിർഭവിക്കാനുണ്ടായ ആ രംഗം എന്നുള്ളത് നമുക്ക് നോക്കാം. ബ്രഹ്മാവിന്റെ മാനസപുത്രനാണ് ദക്ഷപ്രജാപതി. ദക്ഷപ്രജാപതിയുടെ പുത്രിയാണ് സതീദേവി. ഈ സതീദേവി ശിവനെയാണ് ഭർത്താവായിട്ട് വരിച്ചത്. അപ്പോ ദക്ഷപ്രജാപതിയുടെ മരുമകനാണ് ശിവൻ. പക്ഷെ ദക്ഷന് ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. താൻ എല്ലാവരെക്കാളും മേളിലാണ് എന്നുള്ളൊരു അഹങ്കാരം. അപ്പൊ ഒരിക്കല് ഇദ്ദേഹം ഒരു സഭയിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് ദക്ഷനെ കണ്ട് മറ്റുള്ള എല്ലാ ദേവന്മാരും എഴുന്നേറ്റു. ബ്രഹ്മാവും ശിവനും എഴുന്നേറ്റില്ല. അപ്പോ ദക്ഷന് ബ്രഹ്മാവ് എഴുന്നേക്കാത്തത് കൊണ്ട് ബുദ്ധിമുട്ട് അധികം തോന്നിയില്ല, കാര്യം അച്ഛനാണല്ലോ. എന്നാൽ മരുമകനായ ശിവൻ എഴുന്നേക്കാത്തത് കൊണ്ട് അത്യധികം കോപം തോന്നി എന്നാണ് പറയണത്. പക്ഷെ അദ്ദേഹത്തിന് അറിയില്ല, എല്ലാവരുടെയും ഉള്ളിൽ ആത്മസ്വരൂപനായിട്ടിരിക്കുന്നത് ആ ഭഗവാൻ ശിവനാണ് എന്നുള്ള ബോധം ഇല്ലാത്തത് കൊണ്ടാണ് ആ അഹങ്കാരം അദ്ദേഹത്തിന് വന്നത്. അങ്ങനെ ആ കോപിഷ്ഠനായ ആ ദക്ഷൻ യാഗം നടത്തുന്ന സമയത്ത് തൻ്റെ മകളെയും ആ ശിവഭഗവാനെയും അതിൽ ക്ഷണിച്ചില്ല. എന്നാൽ സതീദേവി ആ ദക്ഷയാഗത്തിന് പോകുമ്പോൾ ശിവൻ ഒരുപാട് വിലക്കുന്നുണ്ട്, പോവരുത് എന്ന് പറയുമ്പോൾ അമ്മ പറയും, എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണല്ലോ ഇതൊക്കെ നടക്കണേ, അപ്പോൾ നമ്മളെ ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സതീദേവി അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അവിടെ ചെല്ലുമ്പോൾ ദക്ഷനാൽ അപമാനിതയാകുകയും അങ്ങനെ സ്വന്തം ആ യോഗാഗ്നിയിൽ അമ്മ ദഹിച്ച് സ്വയം തന്നെ ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ കോപിഷ്ടവാനായ ആ ശിവഭഗവാൻ ആ ദേവിയുടെ ആ ശരീരം എടുത്തുകൊണ്ട് താണ്ഡവമാടുന്നുണ്ട്. പിന്നെ മഹാവിഷ്ണു തന്റെ ചക്രം കൊണ്ട് 51 കണ്ണങ്ങളാക്കി മാറ്റിയ ദേവിയുടെ ശരീരം, 51 ശക്തിപീഠങ്ങളുടെ ഉത്ഭവം അങ്ങനെയാണ് വരുന്നത്. അത് ആ ശരീരഭാഗങ്ങൾ പതിച്ച ഭാഗത്താണ് ശക്തിപീഠങ്ങൾ വരുന്നത്. പിന്നീട് ശിവഭഗവാൻ നേരെ തപസ് ചെയ്യാൻ പോയി. അങ്ങനെ ഭഗവാൻ തപസ് ചെയ്യുന്ന സമയത്ത് ആ പ്രപഞ്ചത്തിന്റെ ആ പ്രവർത്തനങ്ങളിലെല്ലാം ഒരു അസന്തുലിതാവസ്ഥ വരാൻ തുടങ്ങി. അങ്ങനെ വന്ന സമയത്ത് ദേവന്മാർ എന്താണ് ഇതിനൊരു ഉപായം എന്നിങ്ങനെ ചിന്തിച്ചു. അതേസമയം ആ ദഹിച്ചുപോയ സതീദേവി ഹിമവാന്റെയും മേനാദേവിയുടെയും മകളായിട്ട് പാർവതി ദേവിയായിട്ട് പുനർജന്മം എടുത്തു. ഗൗരി അമ്മ ഭഗവാനെ തന്നെ പതിയായി കിട്ടണമെന്ന ഭാവത്തിൽ അവിടെ തപസ് ചെയ്യുന്നുണ്ട് ഭഗവാന്റെ അടുത്ത് തന്നെ. പക്ഷെ ഭഗവാൻ കണ്ണൂർന്ന് നോക്കിയെങ്കിൽ മാത്രമല്ലേ ദേവിയെ കാണുള്ളൂ. അപ്പൊ ദേവന്മാരെല്ലാവരും കൂടി ആലോചിച്ചിട്ട് കാമദേവനെ ശിവനെ ഉണർത്താൻ വേണ്ടിയിട്ട് നിയോഗിച്ചു. അപ്പൊ കാമദേവൻ പറയുന്നുണ്ട്, ഭഗവാൻ കണ്ണു തുറന്നു കഴിഞ്ഞാൽ ഞാൻ ഭസ്മായി പോകും, ഇത്ര കോപിഷ്ടവാനാണ് ഭഗവാൻ. പക്ഷെ എല്ലാവരും പറഞ്ഞു ഒരു നല്ല കാര്യത്തിനല്ലേ, എന്തായാലും പരിശ്രമിക്കൂ എന്ന് പറഞ്ഞ് ആ കാമദേവൻ തന്റെ ബാണങ്ങൾ, ആ പുഷ്പബാണങ്ങൾ എറിഞ്ഞ്, കാമബാണങ്ങൾ എറിഞ്ഞിട്ട് ഭഗവാനെ ഉണർത്തുന്നു.
ഉണർത്തുന്ന അതേ സമയം ദേവിയെ ഭഗവാൻ കണ്ടു. ഉടനെ കാമദേവൻ, ആരാണ് തന്നെ ഉണർത്തിയത് എന്ന് നോക്കുന്ന സമയത്ത് കാമദേവനെ കാണുകയും ആ നോട്ടത്തിൽ തന്നെ തൻ്റെ തൃക്കണ്ണിൽ നിന്നുള്ള ജ്വാല പ്രവഹിച്ചിട്ട് ആ കാമദേവൻ ഭസ്മമായി മാറുകയും ചെയ്തു. ഇതേ സമയം ഭഗവാന്റെ ഭൂതഗണങ്ങളിൽപ്പെട്ട ചിത്രകാമൻ, ചിത്രകർമ്മൻ എന്നൊക്കെ പറയാറുണ്ട്. അദ്ദേഹം ആ ഭസ്മെല്ലാം എടുത്തിട്ട് ഈ ദഹിച്ചുപോയ കാമദേവന്റെ ഭസ്മങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു സുന്ദരമായ ഒരു രൂപം അവിടെ സൃഷ്ടിച്ചു. ഇതേ സമയത്ത് ഭഗവാൻ അമ്മയെ കാണുന്നു. ദേവിയെ കാണുന്ന സമയത്ത് ഭഗവാൻ ഒരു കോപമെല്ലാം ഒന്ന് പതുക്കെ ഒന്ന് തണുത്തു. ഭഗവാൻ ദേവിയിൽ ആകർഷ്ടനായി മാറി. ആ സമയത്ത് ഭഗവാന്റെ നോട്ടം ലഭിച്ചപ്പോൾ ആ ചിത്രകർമ്മൻ ഉണ്ടാക്കിയതായിട്ടുള്ള ആ പ്രതിമക്ക് ജീവൻ വരികയാണ്. ആ സമയത്ത് ബ്രഹ്മാവ് അഹോ ഭാഗ്യം, അഹോ ഭാഗ്യം എന്നർത്ഥം വരുന്ന ഭണ്ഡ ഭണ്ഡ എന്ന ശബ്ദം അവിടെ ഉച്ചരിച്ചു. അങ്ങനെ ഉണ്ടായി വന്നതാണ് ഭണ്ഡൻ. അസുരനാണ്, അസുരിക ഭാവമാണ്. കാമൻ ദഹിച്ചുണ്ടായ ആ ഭസ്മത്തിൽ നിന്നും ഉണ്ടായതാണല്ലോ. അപ്പോൾ ഞാൻ ചെയ്ത തെറ്റിന് എന്താണ് പ്രതിവിധി എന്ന് ഈ ഭണ്ഡൻ ചോദിക്കുമ്പോൾ ഭഗവാൻ പറയേണ്ട ശതരുദ്രം ജപിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ശതരുദ്രം ഇദ്ദേഹം ജപിക്കുകയും അതിൽ സംപ്രീതനായ ഭഗവാൻ 60,000 കൊല്ലം നീ എന്താ പറയുക, ഒരു ചക്രവർത്തി പോലെ ജീവിക്കട്ടെ എന്നുള്ളൊരു അനുഗ്രഹം കൊടുക്കുകയാണ്. അങ്ങനെ ഭണ്ഡന് ഈ വരമെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ അത്യധികം അഹങ്കാരം. അങ്ങനെയല്ലേ നമ്മുടെ എല്ലാവരുടെയും കാര്യം. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ സമ്പത്ത്, കീർത്തി, ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലും പൊതുവെ അഹങ്കാരം ഇങ്ങനെ ജനിക്കാൻ തുടങ്ങും അല്ലേ. നമ്മൾ ആ വന്ന വഴിയെല്ലാം ചിലപ്പോൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതേ അവസ്ഥയാണ് ഈ ഭണ്ഡന്. അങ്ങനെ അഹങ്കാരിയായ ഈ ഭണ്ഡൻ ദേവകളെ ഒന്നും വെറുതെ വിടാതെ ഉപദ്രവിക്കാൻ തുടങ്ങി. എല്ലാ ദേവന്മാരെയും പിടിച്ച് തൻ്റെ അധീനതയിലാക്കി. ചന്ദ്രൻ, സൂര്യൻ, വരുണൻ, ഇവരെല്ലാം അധീനത ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലൊക്കെ ഭണ്ഡനുണ്ട്. ആരാ ഈ ഭണ്ഡൻ? ആസുരീക ഭാവനകളാണ് അല്ലേ. ഞാൻ ശരീരമാണ് എന്ന നിലയിൽ ജീവിക്കുന്നവർ. ഞാൻ ആ ബ്രഹ്മവസ്തു അല്ല, ഞാൻ ശരീരമാണ്, വെറും ശരീരമാണ് എന്ന നിലയിൽ ജീവിക്കുന്ന സംസാരിയായ ജീവൻ. എല്ലാ മലങ്ങളും, ആണവ മലം, മായിക മലം, കാർമിക മലം എന്നൊക്കെ പറയുന്ന ആ മായയാൽ ബന്ധിതനായിട്ടിരിക്കുന്ന മലങ്ങളിൽ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ആ ജീവന്മാരെല്ലാം ഭണ്ഡന്മാരാണ്. ആ ഭണ്ഡന്മാര് ദേവന്മാരെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി വെക്കുന്നു എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തില് വലത്തേ കണ്ണ് സൂര്യനാണ് അതിന്റെ ദേവനായിട്ട് പറയുന്നത്. ഇടത്തേ കണ്ണിന് ചന്ദ്രൻ, മനസ്സിന്റെയും അധികാരിയായിട്ട് പറയുന്നത് ചന്ദ്രനെയാണ് പറയുന്നത്. നാക്കിന് വരുണൻ, അതുപോലെ നാസിക, മൂക്കിന് അശ്വിനി ദേവന്മാര്, കൈകൾക്ക് ഇന്ദ്രൻ, കാലിന് വിഷ്ണു, അതുപോലെ തൊലിക്ക് വായു. അങ്ങനെ ഓരോ അവയവങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും എല്ലാം ഓരോ ദേവന്മാരുണ്ട്. അവരെ കീഴ്പ്പെടുത്തുന്നു എന്ന് പറഞ്ഞാല് ഈ താമസികമായിട്ടുള്ള ഊർജത്തിൽ നിൽക്കുന്ന, അജ്ഞാനത്തിൽ മുങ്ങി നിൽക്കുന്ന ജീവന്മാര് അവരുടെ ഇന്ദ്രിയങ്ങളെ ഈശ്വരനിലേക്ക് തിരിക്കാതെ താമസികമായിട്ടുള്ള ഇന്ദ്രിയ സുഖങ്ങളുടെ പുറകെ പോകും അല്ലേ. കൈകള് ഭഗവാന് പൂജ ചെയ്യാനുള്ളതാണ്. കാലുകൾ ഭഗവാനെ കാണുവാൻ വേണ്ടിയിട്ട് പോവാനാ അല്ലേ. കണ്ണുകൾ കൊണ്ട് ഭഗവാന്റെ രൂപമാണ് ദർശിക്കേണ്ടത്. എപ്പോഴും എല്ലായിടത്തും ആ ഭഗവാന്റെ രൂപം ദർശിക്കണം നമ്മൾ. ചെവി കൊണ്ട് ഭഗവാന്റെ നാമങ്ങളാണ് ശ്രവിക്കേണ്ടത്. അതിൽ നിന്നും വേർപെട്ട് നമ്മള് വിഷയസുഖങ്ങളിലേക്ക് മുങ്ങിത്താണ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഭണ്ഡന്മാരാ. അപ്പോ ആ ഭണ്ഡൻ ദേവന്മാരെ ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആ ദേവന്മാരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു അഗ്നികുണ്ഡം ജ്വലിപ്പിച്ചു. 100 യോജന വിസ്താരമുള്ള ഒരു അഗ്നികുണ്ഡം, ചതുരസ്രമായിരിക്കുന്ന അല്ലെ. അഗ്നികുണ്ഡം എപ്പോഴും നമ്മൾ ചതുരസ്രമായിട്ടുള്ള ആകൃതിയിലുള്ള അഗ്നികുണ്ഡമാണ് കൂടുതൽ കാണുന്നത്. അത് ജ്വലിപ്പിച്ച് അവര് ഹോമം ചെയ്യാൻ തുടങ്ങി. കുറേ ഹോമമൊക്കെ ചെയ്തു. അതില് ചെയ്തിട്ടൊന്നും ദേവി പ്രത്യക്ഷയായില്ല. അവസാനം ദേവന്മാരുടെ ശരീരഭാഗങ്ങളെല്ലാം വെട്ടി അതിലേക്ക് നിക്ഷേപിച്ചിട്ട് അവര് ഹോമം ചെയ്യാൻ തുടങ്ങി. അതായത് ശരീരഭാഗങ്ങൾ നിക്ഷേപിക്കാന്ന് വെച്ചാൽ മമതാബന്ധം, ഞാൻ എൻ്റേത് എന്നൊക്കെയുള്ള ഭാവന, മമതാബന്ധം അതുവരെ വെട്ടി നിക്ഷേപിച്ച് ആ അഗ്നിയിൽ നിക്ഷേപിച്ച് ഹോമം ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും ആ ദേവി പ്രത്യക്ഷയായി എന്നാണ് പറയുന്നത്. അപ്പോ നമ്മുടെ ഉള്ളിൽ ആസുരീക ഭാവനകൾ ഉയർന്നു വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവികമായിട്ടുള്ള ഭാവനകളും ഉണ്ട്. ഒരു മനുഷ്യജന്മം കിട്ടുന്നത് 50% ആസുരികവും 50% ദൈവികമായിട്ടുള്ള ആ വാസനകൾ ഉള്ളതോടുകൂടി
അങ്ങനെ വരുമ്പോഴാണ്, ഈക്വലാവുന്ന സമയത്താണ്. അപ്പൊ നമ്മളുടെ പ്രവൃത്തിക്കനുസരിച്ച് നമുക്ക് ദേവനായിട്ടോ അല്ലെങ്കിൽ അസുരനായിട്ടോ മാറാം. അപ്പോൾ ഈ ആസുരികമായ ഗുണങ്ങൾ കൂടുന്ന സമയത്ത് ദൈവിക ഗുണങ്ങൾ അതിൽ നിന്നുമുള്ള ഒരു പോംവഴിക്ക് വേണ്ടിയിട്ട് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മളിൽ തന്നെയുള്ള ശക്തി, നമ്മളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയാകുന്ന ദേവി ഉയരുന്നത്. കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത്. കാരണം ചതുരസ്രമായ ഹോമകുണ്ടം, ചതുരസ്രം എന്ന് പറഞ്ഞാല് പൃഥ്വീഭൂതമാണ്, ഭൂമിയാണ്. ആ പൃഥ്വീഭൂതം നമ്മുടെ ശരീരത്തിലെ മൂലാധാരത്തിലാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ നട്ടലിന്റെ അടിഭാഗത്തായിട്ട് ആ ഗുദത്തിനും ലിംഗത്തിനും മധ്യമുള്ള ഭാഗം എന്നാണ് പറയാറ്. ആ മൂലാധാരം പൃഥ്വീഭൂതമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ആ മൂലാധാരത്തില് മായയാൽ ആവരണം ചെയ്യപ്പെട്ട് കിടന്നിരുന്ന ആ ശക്തി, ഞാൻ ജീവാത്മാവാണ് എന്ന തലത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ ശക്തി ഉണ്ടല്ലോ, അത് ഉയരാൻ തുടങ്ങും. അല്ല, ഞാൻ ശിവൻ, ഞാൻ ആ ബ്രഹ്മൻ തന്നെയാണ് എന്നുള്ള തത്വത്തിലേക്ക് ഉയരാൻ തുടങ്ങും. ആ കുണ്ടലിനി ശക്തിയുടെ ഉയർച്ചയാണത് ചിദഗ്നികുണ്ട സംഭൂത എന്ന നാമത്തിൽ കൂടി വിശദീകരിക്കുന്നത്. അങ്ങനെ ആ ശക്തിയെ ഉയർന്ന് ശിവനിലേക്കുള്ള പ്രയാണം ആരംഭിക്കും. അതാണ് ദേവകാര്യ സമുദ്യത, ദേവന്മാരുടെ കാര്യത്തിന് വേണ്ടി. അപ്പോൾ നമ്മൾ ഭണ്ഡൻ എന്ന അസുരനെ അല്ലെങ്കിൽ ആസുരികമായ ഗുണങ്ങളുള്ള അസുരന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ദേവന്മാരുടെ ഇച്ഛ എന്ന് പറയുന്നത് നമ്മളിൽ തന്നെയുള്ള ആസുരിക വാസനകൾ അടക്കാനുള്ള നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആഗ്രഹതലാണത്. അങ്ങനെയാണ് ആ ശക്തി അവിടെ ഉയരുന്നത്. ഇനി ഈ ദേവകാര്യ സമുദ്യത എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ദേവ ശബ്ദം എന്ന് പറഞ്ഞാൽ ദിവ്യതി ആനന്ദേന ക്രീഡതി. ഇത് ദേവ ആനന്ദകരമായ ക്രീഡ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്യമിച്ചവളാണ്. അപ്പൊ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് ദേവി പുറപ്പെട്ടു വരുന്നത്. അപ്പൊ ദേവി ഒന്നായിരുന്ന ബ്രഹ്മത്തിന് തന്റെ രൂപങ്ങളെ ഒന്ന് കാണണമെന്ന് തോന്നി. സോ കാമയേതി ബഹുസ്യാം പ്രജായേതി. സ്വന്തം ഇച്ഛയാല് ഒന്നായിരുന്ന ആ ഭഗവാൻ, ആ ബ്രഹ്മം പിന്നീട് പലതായിട്ട് തിരിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോ ആ ബ്രഹ്മത്തിന്റെ വിമർശ ശക്തിയായിട്ട് പറയുന്നത് അല്ലെങ്കിൽ പ്രതിഫലനമായിട്ട് പറയുന്നതാണ് ശക്തി. അങ്ങനെയാണ് പല പല രൂപങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോ ഒരു ആനന്ദേന ക്രീഡയതി, ആ ക്രീഡ ചെയ്യുന്നത് പോലെ, വെറും കളിക്കണ പോലെ എന്ന് പറയില്ലേ, ക്രീഡ എന്ന് വെച്ചാൽ കളി, ലീല, അതുപോലെയാണ് ദേവി ആ പ്രപഞ്ചരചന ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അത്രയധികം ലാഘവത്തോടു കൂടിയാണ് ആ ദേവി ആ പ്രപഞ്ചരചന ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആസുരീക ഭാവനകളാണ് ആ ദൈവികമായ ശക്തി, ആ ഞാൻ, ആ ബ്രഹ്മൻ തന്നെയാണ് എന്നുള്ള അറിവിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നത് അല്ലേ. ഭഗവത്ഗീതയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ സാധിക്കും. ഒരു 9-ാമത്തെ അധ്യായത്തിലെ 12-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, മോഘാശാമോഘ കർമാണോ മോഘജ്ഞാനാവിചേതസഃ രാക്ഷസീമാസുരിം ചൈവ പ്രകൃതിം മോഹിനിം ശ്രിതാഃ. അതായത് മോഹം രജോ ഗുണത്തിൽപ്പെടുന്ന ഒന്നാണ് കാമം, മോഹം ഒക്കെ. ആ മോഹത്തിൽ മോഹിതനായിരിക്കുന്ന ആളുകള് ആസുരങ്ങളും നിരീശ്വരവാദപരങ്ങളുമായിട്ടുള്ള ആശയങ്ങളിൽ അവർ ആകൃഷ്ടരാകും. അങ്ങനെ അവർക്ക് ആ മുക്തിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളെല്ലാം ആ പാടായി പോകുന്ന പോലെ, അതായത് അവർക്ക് ആ ജ്ഞാനാർജനം ഇതെല്ലാം കിട്ടാതെ വരും. അവർ താമസികമായിട്ടുള്ള ആ ജ്ഞാനത്താൽ ആവരണം ചെയ്യപ്പെട്ടു പോകും. മോഹമാണ് കാമം, പിന്നെ കാമം പിന്നെ ക്രോധത്തിലേക്ക് പോകും. ആ ക്രോധമാണ് പിന്നീട് നമുക്ക് നാശത്തിലേക്ക് നമ്മളെ നയിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഭാവനയെല്ലാം വരുന്നത് നമ്മുടെ ഉള്ളിലെല്ലാം ഈ താമസികമായിട്ടുള്ള ഊർജം നിൽക്കുന്നത് കൊണ്ടാണ്. ആ ഊർജത്തെ നശിപ്പിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ദൈവിക ഗുണങ്ങളാകുന്ന റേവന്മാരെല്ലാവരും കൂടെ ഒത്തു പരിശ്രമിക്കണം. എങ്ങനെയാണ് പരിശ്രമിക്കേണ്ടത്? സത്സംഗങ്ങൾ, നല്ല നല്ല ഗ്രന്ഥങ്ങൾ വായിക്കുക, നല്ല നല്ല ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളെല്ലാം എടുക്കുക, ഉപാസനകൾ ചെയ്യാം. അങ്ങനെ നമ്മളിൽ തന്നെയുള്ള ആ ശക്തിയെ നമ്മൾ ഉയർത്തിയെടുക്കാം. ആ ശക്തിയുടെ ഉയർച്ച, ആ ജ്ഞാനമാകുന്ന അഗ്നി, ആ നമ്മളിൽ തന്നെ കിടക്കുന്ന കുണ്ടലിനി ശക്തി, അതിനെ ഉയർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള പാപപുണ്യ വിചാരങ്ങളെല്ലാം അതിലേക്കിട്ട് ദഹിപ്പിച്ച് ആ അഗ്നിയെ കൂടുതൽ 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 ആളി കത്തിപ്പിച്ചിട്ട് നമ്മൾ എവിടേക്ക് എത്തണം? ഞാൻ ആ ബ്രഹ്മം ശിവൻ തന്നെയാണ്, ശിവോഹം എന്ന ഭാവത്തിലേക്ക് നമ്മൾ ഉയരണം.
അതാണ് അതിൻ്റെ എസെൻസ് ആയിട്ട് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ആ ഭാവത്തിലേക്ക് നമ്മൾ ഉയരണം. അപ്പോൾ അതാണ് ചിദഗ്നികുണ്ട സംഭൂത ദേവകാര്യ സമോധ്യത. ഈ നാമം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മളിൽ തന്നെയുള്ള ആസുരിക ഭാവനകളെ ദഹിപ്പിച്ച് നമ്മളിൽ തന്നെയുള്ള ദൈവിക ഗുണങ്ങളെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ധ്യാനിക്കണം. അപ്പോൾ ഏവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.